ഹലോ ഓൾ, ജെഇ മെയിൻ 2026 ഡേറ്റുകൾ അനൗൺസ് ചെയ്തത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല, എല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ ഒരു ജനുവരി 22 മുതൽ മേ ബി ഒരു 31 5 ദിവസങ്ങളിലായിട്ടാണ് എക്സാം നടക്കുക. അതുപോലെ തന്നെ ജെഇ മെയിൻ്റെ സെഷൻ 2 ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. 5 ദിവസങ്ങളിലായിട്ട് ആ എക്സാം നടക്കും. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല, എല്ലാ വർഷത്തെയും പോലത്തെ ഡേറ്റുകളൊക്കെ തന്നെയാണ്. ആൻഡ് ഓൾസോ ജെഇ മെയിൻ്റെ ഈ വർഷത്തെ ആപ്ലിക്കേഷൻ ആക്ച്വലി കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഇനി ഏത് ദിവസം വേണമെന്നുണ്ടെങ്കിലും ജെഇ മെയിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ മേ ബി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മുടെ കീം എക്സാമിന് ഡേറ്റുകളും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരാഴ്ച നേരത്തെ തന്നെയാണ് കീം എക്സാം നടക്കാൻ പോകുന്നത്. വിച്ച് മീൻസ് നമ്മുടെ +2 എക്സാം മാർച്ച് 31 കൂടി കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഏപ്രിൽ 1 മുതലുള്ള ഒരു 1 വീക്ക് ജെഇ മെയിൻ എക്സാം നടക്കുകയാണ്. അത് കഴിഞ്ഞ് ഏപ്രിൽ 13 എന്ത് ചെയ്യാണ്, നമ്മുടെ കീം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. 13-14 ഏപ്രിൽ 13-14 ബഫർ ഡേ ആയിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യും. 15 മുതലാണ് നമ്മുടെ കീമിൻ്റെ എക്സാമിനേഷൻസ് ഉണ്ടായിരിക്കുക. 15, 16, 17, 18, 19, 20, 21 വരെ ഏകദേശം 6 ദിവസം 7 ദിവസത്തോളം കീം എന്ത് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർനൂണിൽ 2 മണി മുതൽ 5 മണി വരെയാണ് എക്സാമിൻ്റെ ടൈം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 7 ദിവസം കഴിഞ്ഞ് അഗൈൻ ഏപ്രിൽ 22ഉം 23ഉം ബഫർ ഡേയ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ 13 മുതൽ 23 വരെയുള്ള ടോട്ടൽ 11 ദിവസങ്ങളിലാണ്, അതിൽ 7 ദിവസമാണ് നമ്മുടെ എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ക്ലാഷ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, മറ്റ് എക്സാംസുമായി ആയിട്ടൊക്കെ ക്ലാഷ് വരികയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. സോ കീം എക്സാമിൻ്റെ ഡേറ്റും വന്നു. അതായത് എല്ലാ വർഷവും പറയുന്ന പോലെ തന്നെ എൻട്രൻസ് എക്സാമുകൾ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാസമാണ്. ജെഇ വരുന്നുണ്ട്, കീം വരുന്നുണ്ട്, വേറെയും എക്സാമിനേഷൻസ് ആ സമയത്ത് ഉണ്ടാവാറുണ്ട്. അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഇപ്പോഴേ എന്ത് ചെയ്യുക, റെഡി ആവുക. അതുപോലെ തന്നെ ഈ എക്സാമുകൾക്കൊക്കെ വേണ്ട ആപ്ലിക്കേഷന് വേണ്ട ഫീസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക, അത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. ഇത്രയുമാണ് പറയാനുള്ളത്. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് കീമിനെ കുറിച്ചും ജെഇയെ കുറിച്ചൊക്കെ ഭാവിയിൽ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.